നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കേൾക്കുന്നൊരു വാർത്തയാണ് ബോഡി ബാലൻസ് നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥ. അത്തരം അവസ്ഥയിൽ നിന്നും ഒരു മോചനം കിട്ടുന്ന ഒരു യോഗയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുന്നത്. ഇത് ഇരുന്ന് ചെയ്യുന്ന ഒരു യോഗയാണ്. ശ്രദ്ധാപൂർവം ചെയ്യണം. ബോഡി ബാലൻസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നോക്കാം. അതിന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കാലിനൊരു എക്സർസൈസ് കൊടുക്കുന്നത് നല്ലതാണ്. 3 പ്രാവശ്യം ശ്വാസം വലിച്ച് വിട്ട് കാലിനൊരു എക്സർസൈസ് കൊടുക്കാം. ഇരുകാലിനും കൊടുക്കാം. കാലിന് എക്സർസൈസ് കൊടുത്ത് കൈകൾ രണ്ടും ബാക്കിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത കാല് വന്ന് വലിച്ച് പൃഷ്ഠഭാഗത്തോട് അടുപ്പിച്ച് വയ്ക്കാം. ഇനി പയ്യനെ ഉയരാൻ ശ്രമിക്കാം. പൃഷ്ഠഭാഗം പുറ്റിമ അമർത്തി വയ്ക്കുന്ന രീതിയിൽ ഒന്ന് ഉയരാം. ഇനി വലത്തെ കാലെടുത്ത് ഇടത്തെ കാൽമുട്ടിൻ്റെ അവിടെ വയ്ക്കാം. പയ്യനെ ഫ്രണ്ടിലോട്ട് വന്ന് ഒരു ബാലൻസിൽ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കൈ ഫ്രണ്ടിലോട്ട് വെച്ച് വലത്തെ കാലിൻ്റെ കാൽപാദം പതിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇടത്തെ കാലിൻ്റെ കാൽവിരലും മുട്ടും മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. ഇങ്ങനെ ബാലൻസിൽ നിന്ന് തൊഴുത് നിന്ന് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാം. 1:2 പ്രകാരത്തിൽ ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്ക് വിടുക. ശ്വാസം വിട്ട് പഴയ രീതിയിലേക്ക് വരാം. കൈകൾ രണ്ടും കുത്തി ഫ്രണ്ടിലോട്ടാങ്ങി പതിയെ ബാക്കിലോട്ട് ഇരിക്കുക. പഴയ അവസ്ഥയിലേക്ക് കാലുകൾ നീട്ടി വെച്ച് വയ്ക്കുക. സ്വസ്ഥമായി വിശ്രമിച്ചതിന് ശേഷം ഇനി വലത്തെ കാല് അതേ രീതിയിൽ തന്നെ ചെയ്യാം. വലിച്ചു വെച്ച് കൈകൾ ടൈറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് ഇടത്തെ കാല് വലത്തെ മുട്ടും കയറ്റി വയ്ക്കാം. ഫ്രണ്ടിലോട്ട് വന്ന് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാം. ഇനി കൈകൾ ഫ്രണ്ടിലോട്ട് വെച്ച് ഇടത്തെ കാലിനെ പതിച്ച് വെച്ച് ഉയർന്നു വന്ന് തൊഴുത് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ നിൽക്കാം. ബാലൻസ് ചെയ്ത് 1:2 പ്രകാരത്തിൽ ഇവിടെയും ശ്വാസം ഉള്ളിലേക്കും പുറത്തോട്ടും ഇട്ടുകൊണ്ടിരിക്കുക. 30 സെക്കൻഡ് കഴിഞ്ഞാൽ കൈകൾ വിരിച്ച് പഴയ രീതിയിലേക്ക് കൈകൾ പ്രസ് ചെയ്ത് പിന്നിലോട്ട് വന്ന്